നമ്മൾ ഗാന്ധിയെ മറന്നോ? ഗാന്ധി എങ്ങനെ മറക്കാൻ പറ്റുമോ? ലോകത്തിലുള്ള 150 രാജ്യങ്ങൾ ഈ മനുഷ്യനെ പറ്റി സ്റ്റാമ്പ് ഇറക്കുകയും 70 രാജ്യങ്ങളിൽ ഗാന്ധിയുടെ പ്രതിമയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആരായിരുന്നു? ബ്രിട്ടനോട് യുദ്ധം ചെയ്താണ് ഗാന്ധിജിയാണ് ബ്രിട്ടനെ ഇവിടുന്ന് ഓടിച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. ആ ബ്രിട്ടൻ ഗാന്ധിജിയെ പറ്റി സ്റ്റാമ്പ് ഇറക്കിയിരിക്കുന്നു. അമേരിക്കയാണ് ആദ്യമായിട്ട് ഗാന്ധിയുടെ സ്റ്റാമ്പ് ഇറക്കുന്നത്. ഈ അഹിംസയിലൂടെയും നിസ്സഹകരണത്തിലൂടെയും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചൊക്കെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുത്തത്. ഗാന്ധിജിയെ പറ്റി 150 രാജ്യങ്ങൾ സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. 70 രാജ്യങ്ങളിൽ ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. 1969 ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് അമേരിക്കയാണ് ആദ്യമായിട്ട് ഗാന്ധിയുടെ സ്റ്റാമ്പ് ഇറക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ ഗാന്ധിജിയെപ്പറ്റി മറ്റ് രാജ്യങ്ങൾ ഇറക്കിയിരിക്കുന്ന സ്റ്റാമ്പുകളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്നത് ഗാന്ധിജിയുടെ ഫേസും ഗാന്ധിജിയുടെ ആ ഒരു രൂപവുമാണ്. ഈ ഗാന്ധിജി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ്. ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമുക്കെല്ലാം അറിയാം, നമ്മുടെ പഴയ തലമുറയ്ക്കറിയാം. ഈ അഹിംസയിലൂടെയും നിസ്സഹകരണത്തിലൂടെയും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചൊക്കെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുത്തത്. സത്യം പറഞ്ഞാൽ ലോകത്ത് തന്നെ പുതിയൊരു അനുഭവമായിരുന്നത്. കാരണം ഒരു വെടി പോലും വെക്കാതെ ആരെയും കൊല്ലാതെ ഈ ഒരു സൂര്യൻ ഉദിക്കുന്ന ആ വലിയ സാമ്രാജ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തകർക്കാൻ പറ്റുക എന്ന് പറയുക, അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഈ ഒരു കാര്യത്തെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. അതെങ്ങനെയാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്? കാലങ്ങൾക്ക് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ കുറേ തലമുറകൾക്ക് ശേഷം ഇങ്ങനെ അതായത് മജ്ജയും മാംസമുള്ളൊരു മനുഷ്യൻ ജീവിച്ചിരുന്നോ എന്ന് സംശയിക്കേണ്ടതായി വരും എന്ന് ഐൻസ്റ്റീൻ ഗാന്ധിജി മരിച്ചപ്പോൾ പറഞ്ഞതായിട്ട് ഈ വാക്കുകൾ ഇതായിരിക്കുകയില്ല, എങ്കിലും ആ ആശയത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുന്നു. ഈ ഗാന്ധിജി നമ്മൾ ഗാന്ധിജിയെ പറ്റി ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയ കാലം മുതൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. അവിടെ ഗാന്ധിയൻ സ്റ്റഡീസ് എന്നൊരു സ്റ്റഡിയുണ്ട്. ഗാന്ധിയൻ സ്റ്റഡീസ് 3 വർഷത്തെ പി ജിയും PhD ഒക്കെ എടുക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. അത്ര വിശാലമായിട്ട് ചിന്തിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ യുവതലമുറയ്ക്ക്, ഇപ്പം നമ്മുടെ പിതാക്കന്മാർ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ 56 വയസ്സായി, എൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് ശേഷം ജനിച്ച ഒരാളായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വികാരവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരാളായിരിക്കണം. അദ്ദേഹം പറഞ്ഞു തന്ന കഥകളും അദ്ദേഹം പറഞ്ഞു തന്ന ആ ഒരു വികാരം അന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറ ഗാന്ധിജി എന്തുമാത്രം അറിയുന്നുണ്ട്. ഈ ഒരു തലമുറ ഗാന്ധിജിയെ ഇങ്ങനെ നോട്ടിൽ കാണുന്ന ഒരു അപ്പൂപ്പൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടി, അങ്ങനെ മാത്രമാണ് ഗാന്ധിജിയെ പറ്റി ചിന്തിക്കുന്നത്. ഗാന്ധിജി വെറും നോട്ടിൽ ഒതുങ്ങി പോകുന്നു. ഗാന്ധിജിയുടെ വാല്യൂസ് ലോകം മുഴുവൻ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തലമുറ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഗാന്ധി സിനിമ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് പുതിയ തലമുറയിൽ? ഗാന്ധി സിനിമ എന്ന് പറഞ്ഞാൽ പഴയ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ സ്കൂളുകളിലൊക്കെ ഗാന്ധി സിനിമ പ്രദർശിപ്പിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം മാറി. എല്ലാവർക്കും വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരുന്നു. പക്ഷേ തലമുറ ആ സിനിമ കാണാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഗാന്ധിജിയെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഗാന്ധിജിയെ പറ്റി മറ്റ് രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇറക്കിയിരിക്കുന്ന എല്ലാ സാധനവും കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇത് സത്യം പറഞ്ഞാൽ തുടങ്ങിയപ്പം വളരെ ചെറിയൊരു സാധനമാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 10 കൊല്ലം കൊണ്ട് പോലും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. കാരണം ഈ സ്റ്റാമ്പിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പം അതിനെപ്പറ്റി ഒന്ന് പ്രേക്ഷകർക്ക് പങ്കു, ഏതൊക്കെ രാജ്യത്തെ സ്റ്റാമ്പുകളാണ് ഇപ്പം കളക്ഷനിലുണ്ടല്ലോ നമുക്ക്? തീർച്ചയായിട്ടും കാര്യങ്ങൾ. അതായത് ഈ ഗാന്ധിജിയെ പറ്റി ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, 150 രാജ്യങ്ങൾ സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. 8 രാജ്യങ്ങൾ നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ പറ്റി സ്റ്റാമ്പുകളും ഇഷ്ടം പോലെ ഓരോ ഘട്ടങ്ങളിലും 10ാമത്തെ വാർഷികം, 100ാമത്തെ ജന്മദിനം, 50ാമത്തെ വാർഷികം, ഇപ്പം ഈയിടെ നമ്മൾ 150ാമത് ജന്മദിനം നമ്മൾ ആചരിച്ചു. അങ്ങനെ അപ്പോൾ അതിനുള്ള എല്ലാ സ്റ്റാമ്പ് ഇറക്കുന്നുണ്ട്. അതൊക്കെ സാധാരണഗതിയിൽ ഏതൊരു രാജ്യവുമായി അവരുടെ രാഷ്ട്രപിതാവിനെ പറ്റി ഇറക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത്,
ലോകത്തിലുള്ള 150 രാജ്യങ്ങൾ ഈ മനുഷ്യനെ പറ്റി സ്റ്റാമ്പ് ഇറക്കുകയും 70 രാജ്യങ്ങളിൽ ഗാന്ധിയുടെ പ്രതിമയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആരായിരുന്നു? അത് നമ്മളിന്ന് മറന്നുപോകുന്നു. അതാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഈ കളക്ഷൻ തുടങ്ങാൻ തന്നെ കാരണം. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രിട്ടൻ 1969 ഇറക്കിയിരിക്കുന്ന ഒരു സ്റ്റാമ്പാണ്. 69 ഇറക്കിയിരിക്കുന്ന ഒരു ഫസ്റ്റ് ഡേ കവറാണ്. അത് ഗാന്ധിജിയുടെ സെഞ്ചുറി ഇയർ, അതായത് 1969 സെഞ്ചുറിയിൽ ഇറക്കിയിരിക്കുന്ന ഒരു ഫസ്റ്റ് ഡേ കവറാണ്. അതുപോലെ മൊസാംബിക്ക്, റഷ്യ, ക്യൂബ, മൗറീഷ്യസ്, അമേരിക്കയാണ് ആദ്യമായിട്ട് 1969 ഗാന്ധിജിയുടെ പടം വെച്ച് സ്റ്റാമ്പ് ഇറക്കിയത്. അതുപോലെ ബ്രിട്ടൻ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടനോട് യുദ്ധം ചെയ്താണ് ഗാന്ധിജിയാണ് ബ്രിട്ടനെ ഇവിടുന്ന് ഓടിച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. ആ ബ്രിട്ടൻ ഗാന്ധിജിയെ പറ്റി സ്റ്റാമ്പ് ഇറക്കിയിരിക്കുന്നു. ആ മനുഷ്യനാരായിരുന്നു? എത്രയും ബഹുമാനായ വ്യക്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പാലസ്തീന്, അതുപോലെ മലാവി, കുറച്ച് രാജ്യങ്ങൾ, എൻ്റെ ഇതാണ് 40 രാജ്യങ്ങളിലാണ്ടേ ഉള്ളൂ കേട്ടോ. ലെബനോൻ, അസർബൈജാൻ, വിയറ്റ്നാം, സൊമാലിയ, ബൾഗേറിയ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, നൈഗർ, അതുപോലെ തന്നെ പോർട്ടുഗൽ, ബംഗ്ലാദേശ് ഒത്തിരി സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി വളരെയധികം സ്റ്റാമ്പുകൾ ഈ റഷ്യ, ഈ മറ്റുള്ള രാജ്യങ്ങളിൽ സ്റ്റാമ്പ് നമ്മുടെ ഗാന്ധിയുടെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ ഗാന്ധിയുടെ നോട്ടുകളുള്ള രാജ്യങ്ങളുണ്ട്. ബ്രിട്ടൻ തന്നെയാണ് അതിൻ്റെ അതൊന്നും എൻ്റെ കൈ കിട്ടിയിട്ടില്ല. ഇന്ത്യയുടെ പതാകയുടെ ഷേപ്പിലുള്ള ഒരു നോട്ട് ബ്രിട്ടൻ ഇറക്കിയിട്ടുണ്ട്. അത് ദ കളക്റ്റബിൾസ് ഓഫ് ഗാന്ധി എന്നൊരു ബുക്ക് തന്നെയാണ്. എൻ്റെ ഉണ്ടായിരുന്നു, ഞാനിപ്പം കൊണ്ടുവന്നിട്ടില്ല. അതായത് കളക്റ്റബിൾസ് ഓഫ് ഗാന്ധി എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതിനകത്ത് ഗാന്ധിജിയെ പറ്റി ആരൊക്കെ എന്തൊക്കെ ഇറക്കിയിട്ടുണ്ടോ അതെല്ലാം ഉണ്ട്. അതെല്ലാ സാധനങ്ങളും അകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പറയട്ടെ, നമ്മുടെ ഇപ്പൊ പുതിയ തലമുറയ്ക്ക് ഗാന്ധിയുടെ ആത്മകഥ അത് എത്ര പേര് വായിച്ചിട്ടുണ്ടോ? അത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലേ? അപ്പൊ അത് എത്ര പേര് വായിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും തന്നെ അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ പുതിയ തലമുറ വായിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ കസ്റ്റഡിയിൽ ഇല്ല സാധനം. ഇല്ല, അതല്ല, ഈ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അതായത് നമ്മുടെ ഒരു കാലം മാറിയത് മൊബൈൽ ഫോണിൻ്റെ വരവ്, ഈ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ഭയങ്കരമായിട്ട് നമ്മൾ ഓടുന്ന ജീവിക്കുന്നതിൻ്റെ വേഗം കൂടുക. ഈ വേഗം കൂടുമ്പോൾ ഈ മഹത് വ്യക്തികളെയൊക്കെ മറന്നു പോവുക. നമ്മുടെ കാര്യവും നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്. ലോകം നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. ഒരു വിരൽത്തുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വിളിക്കാം, എവിടെയും സഞ്ചരിക്കാം. അങ്ങനെ ഒരു കാലത്തിൽ ഇതുപോലെ 400 കിലോമീറ്റർ, അതായത് 260 മൈൽ കാൽനടയായിട്ട് സഞ്ചരിച്ച് ദണ്ഡിയാത്ര നടത്തിയ ഗാന്ധിജിയെ ഓർക്കാൻ പറ്റുന്നില്ല. അതാണൊരു പ്രശ്നം. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നാനാത്വത്തിൽ ഏകത്വവും ഒക്കെ ആയിട്ട് വിവിധ മതങ്ങളും വിവിധ സംസ്കാരങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഇവിടെ ഈ യുവാക്കളെ, അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഗാന്ധി, അല്ലെങ്കിൽ ഗാന്ധിയൻ സ്റ്റഡീസ് എല്ലാ സ്കൂളിലും പഠിപ്പിക്കണമെന്നും ഈ ഗാന്ധി സിനിമ ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ ചിലവിൽ എല്ലാവരെയും കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഗാന്ധിയെപ്പറ്റി അറിയണമെങ്കിൽ, ഇന്ത്യയെപ്പറ്റി അറിയണമെങ്കിൽ ഗാന്ധിയെപ്പറ്റി അറിയണം. അതായത് സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് ആദ്യം പട്ടേൽ പറയുന്നുണ്ട്, ആ ഗാന്ധി സിനിമയ്ക്കകത്തുള്ള സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ ആദ്യം ഇന്ത്യയെ പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞൊരു യാത്ര പോകുമായിരുന്നു, തീവണ്ടികളിലും ഇങ്ങനെ ഗ്രാമങ്ങളിലുള്ള ഇന്ത്യയെ കാണാനായിട്ടൊരു യാത്ര പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും ഗാന്ധിജിയെ ഓർക്കണം, ഗാന്ധിജിയെ പറ്റി പഠിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ആ സ്വഭാവ രൂപീകരണത്തിലും ഇന്ത്യയുടെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം വർഗീയതയാണ്. ഹിന്ദു മുസ്ലിം കലാപം ഒഴിവാക്കാനായിട്ട് ദിവസങ്ങളോളം നിരാഹാരം അനുഷ്ഠിച്ച ഒരാളാണ് ഗാന്ധിജി, അല്ലേ? അപ്പം ചിലപ്പം ഗാന്ധിജിയുടെ ചില വ്യൂസിനോട് നമുക്ക് വിരോധം ഉണ്ടായിരിക്കാം, ചിലപ്പം എതിർപ്പുണ്ടായിരിക്കാം. അത് ഗാന്ധിജി അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഈ ഒരു ഗാന്ധിജിയെ നമ്മൾ പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്.